മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേഷ്യൻ്റ് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. കൊറോണ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ 3-4 ഡെഡ് ബോഡി പാക്ക് ചെയ്ത് ഞങ്ങൾ വിടുകാരണമായിരുന്നു, ശ്മശാനത്തിലേക്ക് വിടുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം, എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഡ് ബോഡി അകത്ത് നിന്ന് വന്ന് പേഷ്യൻ്റെ അടുത്ത് നിന്ന് ഒന്ന് കാണാൻ പോലും റിലേറ്റീവിന് കഴിയത്തില്ല. അപ്പോൾ റിലേറ്റീവ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകത്ത് ഞങ്ങളൊരു മൊബൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ പുറത്ത് കൊടുത്തിട്ടുണ്ട്, സെക്യൂരിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ റിലേറ്റീവ് കോൾ ചെയ്യും, വാട്സപ്പ് കോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ഡെഡ് ബോഡിയെ കാണിച്ചു കൊടുക്കും കേസ്. ഞങ്ങളിങ്ങനെ നിന്നിട്ട് ഡെഡ് ബോഡിയെ നേരെ നിന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ കാണിച്ചു കൊടുക്കും, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും കേസ്. ഒരുപാട് പേര് അവരുടെ നിലവിളികൾ കേസ്, എന്തോരം നിലവിളികൾ കേട്ട് ഞങ്ങളുടെ മനസ്സ് മരവിച്ചിട്ടുണ്ട് കേസ്. അതിൽ ചിലരുടെ അമ്മയാകാം, ചിലരുടെ അച്ഛനാകാം, ചിലരുടെ മക്കളാകാം, ചിലരുടെ അനുജനാകാം, ചിലരുടെ ചേട്ടനാകാം. പ്രായ വ്യത്യാസം ഒരു ഇതുമില്ല. പിന്നെ അതിൽ മോസ്റ്റ്ലി ഈ ഡയബറ്റിക്, പിന്നെ പ്രഷർ, ഇങ്ങനെയൊക്കെ ഹാർട്ടിന് അസുഖമുള്ള ആൾക്കാരൊക്കെയാണ് ഒരുപാട് ഈ അസുഖം വന്ന് മരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഏറ്റവും മെയിനായിട്ടുള്ള പ്രോബ്ലം. അവർക്ക് ശ്വാസം കിട്ടത്തില്ല. ഒരുപാട് പേഷ്യൻ്റ് വെന്റിലേറ്റർ, അവസാനം സമയങ്ങളിൽ വെന്റിലേറ്റർ തന്നെ കിട്ടാതായ സമയങ്ങളുണ്ട്. പല ഹോസ്പിറ്റലിലും, ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ